ഇന്നത്തെ സംഭവം ഒരു വലിയ മഹാസംഭവമാണ് കേട്ടോ. ഒരാൾ കൂടെ ആശുപത്രിയിൽ പോയതാണ്. എന്നിട്ട് ആശുപത്രി പോയ കാര്യം നടന്നു അതുമില്ല. അங்கே പിന്നെ ഒരു കോഫിയെങ്കിലും കുടിക്കാമെന്നും പറഞ്ഞ ഒരു കാഴയൊക്കെ കേട്ടോ. അത് അതിലും വലിയ സംഭവബഹുലമായ ഒരു സംഭവമായിരുന്നു. 2 കോഫിയും 1 ചായയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അങ്ങനെ നമുക്ക് കിട്ടിയ കോഫി നല്ല അടിപൊളി നല്ല കിടു കോഫിയായിരുന്നു കേട്ടോ. ഭയങ്കര ടേസ്റ്റുള്ള കോഫിയാണ്. ഷൈംതാത്ത എന്താ തലയെ കയ്യിൽ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ആൾക്ക് കിട്ടിയ ചായ 5 പൈസയ്ക്ക് കൊള്ളത്തില്ലായിരുന്നു. എന്നിട്ട് ഞാൻ ചായ കുടിച്ചിട്ട് പറഞ്ഞ് അയ്യോ ഞങ്ങളുടെയൊക്കെ കാപ്പിയാണ് കുടിച്ചത്, ഒന്ന് മാറിപ്പോയതാണ് കേട്ടോ. ഞാൻ കോഫിയാണ് ഓർഡർ ചെയ്തത്. കോഫി അടിപൊളിയായിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കുടിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഷൈംതാത്തിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു എനിക്കൊന്നും വേണ്ട അതിൻ്റെ കോഫി, നിനക്ക് വേണ്ടാത്തത് കൊണ്ടല്ലേ നീ എനിക്ക് തരുന്നത് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ഒരുപാട് പോസ് കാണിക്കാണ്ട് വേണമെങ്കിൽ കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഞാൻ പറയണേ നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അവരുടെ അടുത്ത് നമ്മൾ വഴക്കണ്ട വെക്കാൻ വേണ്ടി പോവുകയാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഷൈംതാത്ത പറഞ്ഞു നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തുറന്ന് സംസാരിക്കണം കേട്ടോ. അത് നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുന്ന ഒരു സാധനമാണ്, അത് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമ്മൾ തന്നെ സംസാരിക്കണം എന്ന് പറഞ്ഞു. പിന്നെ ആ ചേട്ടൻ പഞ്ചസാരയുടെ കുറവായിരിക്കും എന്ന് പറഞ്ഞ് പഞ്ചസാര കൊണ്ടുവന്നപ്പോൾ ഷൈംതാത്ത അവരുടെ അടുത്ത് പറഞ്ഞു എന്താണ് ചേട്ടൻ ഞങ്ങൾക്ക് ഈ കോഫിയെ വേണ്ട, കാരണം ചായയെ വേണ്ട, ചായ രസമില്ല എന്ന് പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ ഞാൻ എന്നിട്ട് ഷൈംതാത്താൻ്റെ അടുത്ത് പറഞ്ഞു ഷൈംതാത്ത എന്തിനാണ് ഇങ്ങനെ സംസാരിച്ച് വെച്ചപ്പോൾ ഷൈംതാത്ത എൻ്റെ അടുത്ത് പറയുന്നത് നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ വേണം സംസാരിക്കാൻ. ഞാൻ സത്യം പറഞ്ഞാൽ ഷൈംതാത്താൻ്റെ കൂടെ കൂടിയ ശേഷം പഠിച്ച ഒരേ ഒരു കാര്യം ഇതാണ് കേട്ടോ. എല്ലാവരെയും മുഖത്ത് നോക്കി സംസാരിക്കാൻ പഠിച്ച്. സത്യത്ത് ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു കാര്യം അയ്യോ അവർക്ക് എന്തെങ്കിലും തോന്നിയാലോ എന്ന് പറഞ്ഞാൽ ആരുടെ മുഖത്ത് നോക്കി ഇങ്ങനെ ഓപ്പണായിട്ട് ഒരു കാര്യവും സംസാരിക്കാത്തൊരു വ്യക്തിയാണ്. ഇവരുടെ കൂടെയൊക്കെ കൂടിയപ്പോഴാണ് ഞാൻ എന്താ സംഭവം എന്ന് ഞാൻ പഠിച്ചത്. അങ്ങനെ നേരെ ഞാൻ വന്നിരിക്കുന്നത് പൊറോട്ടയും ബീഫും കഴിക്കാനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനിപ്പോൾ അങ്ങ് ഓടിപ്പോയി അങ്ങ് കഴിക്കുന്നെങ്കിൽ അവിടെ കഴിക്കാൻ. ഇവരെ രണ്ടുപേരെയും വെയിറ്റ് ചെയ്ത് എൻ്റെ അടുത്ത് നിൽക്കുന്ന പോസ്റ്റില്ലേ അതുവരെ എന്നെ നോക്കി ചിരിക്കാൻ തുടങ്ങി. പോസ്റ്റായിരുന്നു ഗൈസ്. കാരണം ഞാൻ സ്കൂട്ടിയിലും ഇവർ രണ്ടുപേരും ബസ്സിനാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ബാക്കിൽ കാണുന്ന ചെറിയൊരു കടയിൽ പൊറോട്ടയും ബീഫിനെയും പറ്റിയും ഭയങ്കര റിവ്യൂവും കാര്യങ്ങളാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ പോയി കഴിക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. ബാക്കി ഇവിടെ